എല്ലാവർക്കും നമസ്കാരം. സോനം മ്യൂസിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സ്കൂൾ യുവജനോത്സവ വേദികളിൽ പാടാനായിട്ടുള്ള ഒരു ലളിതഗാനമാണ് പഠിപ്പിക്കുന്നത്. ഇത് ജോഗ് എന്ന് പറയുന്ന രാഗം ബേസ് ചെയ്തിട്ടുള്ളൊരു പാട്ടാണ്. അപ്പം എല്ലാ കുട്ടികളും പാട്ട് ശ്രദ്ധിക്കും എന്ന് വിചാരിക്കുന്നു. സോനം മ്യൂസിക്സിലൂടെ യൂട്യൂബ് ചാനലിലൂടെ ലളിതഗാനങ്ങളുടെ ക്ലാസ്സുകളുണ്ട്, ശ്രദ്ധിക്കുക. എന്തായാലും നമുക്ക് ഇന്ന് ഈ പാട്ട് തുടങ്ങി വയ്ക്കാം. ഇന്ന് പല്ലവിയാണ് പഠിപ്പിക്കുന്നത്. ഒരു ഹമ്മിങ്, ഫസ്റ്റ് ഒരു ഹമ്മിങ് ഉണ്ട്. ഹമ്മിങ് നമുക്ക് ലാസ്റ്റ് പഠിക്കാം. ഇപ്പം നമ്മൾ പാട്ടിലേക്ക് പോവാം, പല്ലവിയിലേക്ക് പോവാം. ഈ ജോഗ് എന്ന് പറയുന്ന രാഗത്തിൻ്റെ ആരോഹണ അവരോഹണങ്ങൾ സഗമപ നിസ, അതാണ് ആരോഹണം. സനിപ മഗ സ, അവരോഹണത്തിൽ 2 ഗാന്ധാരം. സനിപ മഗ സനിപ നിഗ സ, ഈ ഒരു റൂട്ട്, ഇതാണ് അതിൻ്റെ സഞ്ചാരം. അപ്പം ആദ്യം എല്ലാവരും കുട്ടികൾ ഈ വരികളൊന്ന് എഴുതിയെടുക്കണം. വരികൾ ഞാൻ പറയാം. നിളാനദിയുടെ, എല്ലാവരും ശ്രദ്ധിക്കുക, നിളാനദിയുടെ പുളിനം പാടും ചേതോഹരമാം ഒരു ഗാനം. അത് 2 പ്രാവശ്യം പാടണം. നിളാനദിയുടെ പുളിനം പാടും ചേതോഹരമാം ഒരു ഗാനം. ഇനി 3ാമത്തെ വരിയിലേക്ക് കടക്കാം. കല്ലോലങ്ങളും മാരുതനും, കല്ലോലങ്ങളും മാരുതനും നടനമാടും പൂവനിയും, നടനമാടും പൂവനിയും. എഴുതിയെടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് പാട്ടിലേക്ക് പോവാം. നിളാനദിയുടെ പുളിനം പാടും ചേതോഹരമാ ഒരു ഗാനം. ഒരിക്കൽ കൂടി പാടാം. നിളാനദിയുടെ പുളിനം പാടും ചേതോഹരമാ ഒരു ഗാനം. അത് 2ാമത് പാടുമ്പോൾ ചേതോഹരമാ ഒരു ഗാനം, അങ്ങനെ പാടാം. ഒരു ഗാനം ആദ്യം പാടുമ്പോൾ ഒരു ഗാനം, സ്ട്രൈറ്റ് നോട്ട് പാടാം. ഓക്കെ, സെക്കൻഡ് ടൈമിൽ ഒരു ഗാനം, ഓരോ ഫ്രേസ് ആയിട്ട് പാടാം. നിളാനദിയുടെ പുളിനം പാടും ചേതോഹരമാ ഒരു ഗാനം. സെക്കൻഡ് ടൈമില് നിളാനദിയുടെ പുളിനം പാടും ചേതോഹരമാ ഒരു ഗാനം. 2ാമത്തെ സംഗതി മറക്കരുത്, ഒരു ഗാനം. അടുത്ത വരിയിലേക്ക് പോകാൻ വേണ്ടി അല്ലേ. 3ാമത്തെ വരി കല്ലോലങ്ങളും, കല്ലോലങ്ങളും മാരുതനും നടനമാടും പൂവനിയും, അല്ലേ. അതും 2 പ്രാവശ്യം പാടണം. കല്ലോലങ്ങളും മാരുതനും നടനമാടും പൂവനിയും. നിളാനദിയുടെ പുളിനം പാടും ചേതോഹരമാ ഒരു ഗാനം.
ഇതാണ് പാട്ടിൻ്റെ പല്ലവി. അപ്പം ഇന്നത്തെ ലെസൺ പല്ലവി മാത്രമേ ഉള്ളൂ, ആദ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ പിള്ളേർ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് പഠിച്ച് വ്യക്തമായിട്ട് പഠിക്കുക. സംഗതികൾ, ശ്രുതി, ഉച്ചാരണം, ലയം എല്ലാം ശ്രദ്ധിച്ച് ഭംഗിയായി ഏറെ സമയമെടുത്താണ് ഓരോ പാട്ടും പഠിക്കേണ്ടത്. ഇപ്പം നമുക്കൊരു കോമ്പറ്റീഷന് മുന്നിൽ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു ലളിതഗാനം പഠിക്കണം എന്ന് പറഞ്ഞു വരുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പം ഞാൻ അവരോട് പറയാറ്, കുറച്ച് മുന്നേ കൂട്ടി നമ്മൾ പഠിച്ചു തുടങ്ങാം. കോമ്പറ്റീഷൻ വരട്ടെ, നമ്മൾ പാട്ടുകൾ മുന്നേ കൂട്ടി പഠിച്ച് റെഡിയാക്കി വെക്കുക. ഏത് പാട്ടാണെങ്കിലും ശരി, ഇപ്പോൾ ഫിലിം സോങ്സ് ആണെങ്കിലും ശരി, ലളിതഗാനം ശരി, എന്താണെങ്കിലും ശരി, കുറേ നമ്മൾ മുന്നേ കൂട്ടി പഠിക്കുക. അപ്പം നമുക്കത് യൂസ്ഡ് ആവും അല്ലേ. നമ്മളൊരു പാട്ട് ഒരുപാട് പാടി നമ്മുടെ പാട്ടാക്കി തീർക്കണം. ഇപ്പം എൻ്റെ പാട്ടാണ് അല്ലേ, ഇപ്പം ഞാനത് പഠിപ്പിക്കുകയാണ്. എൻ്റെ പാട്ട് നിങ്ങളിലെത്തി നിങ്ങളത് പാടി നിങ്ങളുടെ പാട്ടാവണമെങ്കിൽ സമയമെടുക്കും. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ഇതിൽ വരണമെങ്കിൽ അല്ലേ, ശ്രുതി, ലയം, ഉച്ചാരണം, താളം, അതുമാതിരി നമ്മളൊരു ഏത് റൂട്ടിലൂടെയാണ് അത് എങ്ങനെയാണ് പാടി, അതിൻ്റെ സഞ്ചാരം ഉണ്ടല്ലോ. അപ്പോൾ ഒരു രാഗം ബേസ് ആണെങ്കിൽ അതിൻ്റെ സഞ്ചാരം അതൊക്കെ മനസ്സിലാക്കി നമ്മൾ കൃത്യമായിട്ട് അതിലേക്ക് വരണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. അപ്പോൾ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പെട്ടെന്ന് പാട്ട് പഠിക്കാതെ സമയമെടുത്ത് പാട്ട് പഠിക്കും അല്ലേ. അപ്പം നമുക്ക് ഒന്നുകൂടെ ഈ പാട്ടിൻ്റെ പല്ലവി ഒന്നുകൂടെ പാടാം. നീളാനദിയുടെ പുളിനം പാടും ചേതോഹരമാ ഒരു ഗാനം. നീളാനദിയുടെ പുളിനം പാടും ചേതോഹരമാ ഒരു ഗാനം. കല്ലോലങ്ങളും മാരുതനും നടനമാടും പൂവനിയും. കല്ലോലങ്ങളും മാരുതനും നടനമാടും പൂവനിയും. നീളാനദിയുടെ പുളിനം പാടും ചേതോഹരമാ ഒരു ഗാനം. അതില് നീളാനദിയുടെ ആ സംഗതി നമ്മളിപ്പോൾ ലൈവാണല്ലേ, ഒരു അവസരം ഒരു പ്രാവശ്യമാണ്. അപ്പം നമ്മളൊരു കോമ്പറ്റീഷൻ പാടുമ്പോൾ സ്റ്റേജിൽ ഇപ്പം നമുക്ക് ഒരു ചാൻസാണ്. അപ്പം നമുക്ക് ആ സംഗതി കൃത്യമായിട്ട് വീഴണമെങ്കിൽ നമുക്ക് ഒരുപാട് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ആ സംഗതി നമുക്ക് അവിടെ പാടാൻ പറ്റാതെ പോയാൽ നമുക്കതൊരു വല്ലാത്തൊരു വിഷമമായിരിക്കും. എനിക്ക് ആ പ്ലാൻസ് പാടാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം വരും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് പാടി ഉറപ്പിക്കുക അല്ലെ. അത് നീള അത്രയുണ്ട്. നീളാനദിയുടെ പുളിനം പാടും ചേതോഹരമാ ഒരു ഗാനം. പിന്നെ ഇത്രയും പഠിക്കുക. നെക്സ്റ്റ് വീക്കിൽ നമ്മൾ അടുത്ത അതിൻ്റെ ഭാഗമായിട്ട് വരും. എല്ലാ കുട്ടികളും പഠിക്കുക. എല്ലാവരും സ്വനം മ്യൂസിക്സ് ചാനൽ ഒന്ന് കാണുക. സാധിക്കുമെങ്കിൽ പാട്ടെല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ലെസൺ ഇവിടെ തീരുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. സന്തോഷം.